പ്രൈസ് ലോർഡ്. കർത്താവിന്റെ മാറ്റമില്ലാത്ത നാമം നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ ഇത്രത്തോളം സഹായിച്ച കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ അനേകർ നിദ്രയിലേക്ക് കടന്നുപോയിട്ട് ആ നിദ്ര വിട്ടുണരാതെ ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ അനേകർക്ക് ഈ പ്രഭാതം ഒരു അനുഗ്രഹമല്ലാതെ മാറിയപ്പോൾ അനുഗ്രഹത്തോടെ കർത്താവ് നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ, കർത്താവിന്റെ സന്നിധിയിലാക്കി വെക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മളോട് കരുണ തോന്നിയല്ലോ. ദാനമായി നൽകിയ ഒരു ദിവസത്തെ ഓർത്ത് കർത്താവിനോട് സ്തുതിക്കാം. അതിനോടൊപ്പം നിത്യതയോട് ഒരു ദിവസം കൂടെ അടുക്കുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു തന്നിരിക്കുന്ന ഒരു ദിവസം കൂടി ഭൂമിയിൽ കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ നിത്യത ഉറപ്പാക്കി കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെയും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ അല്പസമയം കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകങ്ങൾ 90-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. ഹല്ലേലൂയ. അതെങ്ങനെയാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്? പൊതുവെ മരണ വീട്ടിൽ വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. എന്നാൽ അങ്ങനെയൊന്നും ഒരു സങ്കീർത്തനത്തെ വർഗീകരിച്ച് ഒതുക്കിക്കളയേണ്ട കാര്യമില്ല. എല്ലാ സങ്കീർത്തനങ്ങളും നല്ല സങ്കീർത്തനങ്ങളാണ്. മരണ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യാശയാണ്. ഏറ്റവും പ്രത്യാശയുള്ള സ്ഥലമാണ് മരണ വീട്. നമ്മുടെ കല്യാണ വീടുകളെക്കാളും നമുക്ക് പ്രത്യാശയും ഒരാൾ നിത്യത ഉറപ്പാക്കുകയും ചെയ്യുന്ന ഇടമാണല്ലോ നമ്മുടെ മരണ വീടുകൾ. അപ്പോൾ അവിടെ വായിക്കുന്ന സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യപ്രകാരമാ, കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ സങ്കേതമാണ്, ആശയമാണ്, നമ്മുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്, അഭയസ്ഥാനമാണ്. അത് ഒരു തലമുറയിൽ ഒതുങ്ങുകയല്ല, തലമുറ തലമുറയെ. നമ്മൾ തലമുറയെ കുറിച്ച് ചിന്തിച്ചു വരുമ്പോൾ നമ്മളുടെ ഉള്ളില് ചിന്ത പോവുക എപ്പോഴും നമ്മളും നമുക്ക് ശേഷം വരുന്ന നമ്മുടെ തലമുറ, അടുത്ത നമ്മളിൽ നിന്ന് ഉരുവാകുന്ന ബയോളജിക്കൽ സൺ ഓർ ഡോട്ടർ, നമ്മുടെ അടുത്ത തലമുറ, നമ്മളിൽ നിന്ന് ഉരുവായി വരുന്ന ഒരു മനുഷ്യൻ, അതാണ് നമ്മൾ തലമുറ തലമുറയായി കണക്കാക്കുക. എന്നാൽ ആത്മീയമായ ഒരു തലമുറയുണ്ട്. ആത്മീയമായ തലമുറയിലും തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ദൈവം നമ്മളിലൂടെ അടുത്തൊരു ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഒരുപക്ഷെ പ്രായം കൊണ്ട് നമ്മളിൽ നിന്ന് അധികം വളരെ മുതിർന്നവരായിരിക്കാമെങ്കിൽ പോലും ക്രിസ്തുവിൽ നമ്മൾ മുഖാന്തരം ജനിക്കാനിടയായ തീർന്ന തലമുറകൾ നമ്മുടെ ഓരോരുത്തരുടെയും അറിവിലും നമ്മുടെ ഓരോരുത്തരെയും കൂടെ ഉണ്ടാകാം. അപ്പോൾ ആ തലമുറയ്ക്കും എനിക്ക് സങ്കേതമായിരിക്കുന്ന അതേ ദൈവം തന്നെ അവർക്കും സങ്കേതമായിരിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അപ്പോൾ എത്ര തലമുറകൾ വീണ്ടും വീണ്ടും ക്രിസ്തുവിൽ ജനിച്ചാലോ, വീണ്ടും ജനനം പ്രാപിച്ച തലമുറകൾ ഇങ്ങനെ നീണ്ടു പോകും തോറും ആ തലമുറകൾക്കെല്ലാം ഉറപ്പായ ഒരു സങ്കേത നഗരമായിരിക്കുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ സങ്കേതത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭാഗം കർത്താവിൽ ആശ്രയിച്ച് ചിന്തിച്ച് ഇന്നത്തെ ചിന്തയ്ക്കായി മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തെ ആധാരമാക്കിയിട്ട ദൈവം എങ്ങനെ സങ്കേതമാകുന്നു, ദൈവത്തിലുള്ള നമ്മുടെ സങ്കേതം, നമ്മളെ സങ്കേതമാക്കിയിരിക്കുന്ന, നമുക്ക് വേണ്ടി സങ്കേതമായിരിക്കുന്ന ദൈവം യഥാർത്ഥ അർത്ഥത്തിൽ എങ്ങനെ സങ്കേതമായിരിക്കുന്നു എന്ന് ചിന്തിച്ച് ഇന്നത്തെ ആലോചന പൂർത്തീകരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. അപ്പോൾ സങ്കേതമായി യേശുക്രിസ്തുവാണ് സാക്ഷാൽ നമ്മുടെ സങ്കേത നഗരമായി മാറിയിരിക്കുന്നത്. പാറയുടെ പിളർപ്പിലേക്ക് കുഴിമുയൽ ആശ്രയം വെക്കുന്നത് പോലെ ബലഹീനമായ കുഴിമുയൽ അതിന്റെ വേഗത്തിൽ പ്രാണനം കൊണ്ട് ഓടുമ്പോൾ അറിയാം, ഒരു പാറയുണ്ട്, ആ പാറയ്ക്ക് സുരക്ഷിതമായൊരു പിളർപ്പുണ്ട്, വന്യമൃഗങ്ങൾക്ക് കടന്നു വന്ന് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയാതെ എന്നെ സുരക്ഷിതമായി മറച്ചു സൂക്ഷിക്കാൻ ശേഷിയുള്ള പ്രാപ്തമായ ബലമുള്ള പാറയുടെ ചെറിയ വിള്ളലിലേക്ക് അതിവേഗത്തിൽ കടന്നാൽ ഞാൻ സുരക്ഷിതനാണ്, എന്റെ പ്രാണൻ രക്ഷിക്കാമെന്ന് കുഴിമയിലിന് അറിയാമെന്ന് ഉള്ളത് കൊണ്ട് കുഴിമയില് പാറയുടെ പിളർപ്പിൽ ആശ്രയം വയ്ക്കും. നമ്മളും ബലഹീന ജാതികളായിരിക്കുന്ന മനുഷ്യരായോണ്ട് ഇത്രയേ ഉള്ളൂ. വചന പ്രകാരം നമ്മളെ കുറിച്ച് പറയുന്നത്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ കേവല ശ്വാസം അത്രേ, പുരപ്പുറത്ത് മുളയ്ക്കുന്ന പുല്ല് പോലെ അത്രേ, വയലിലെ പൂ പോലെ അത്രേ, ഓടിപ്പോകുന്ന നിഴൽ പോലെ അത്രേ. അത്രയും നിസ്സാരന്മാരായിരിക്കുന്ന മനുഷ്യർക്കും ഉറപ്പുള്ള ഒരു ശാശ്വത പാറ ആവശ്യമാണ്, ഒരു സങ്കേത നഗരം ആവശ്യം. നമ്മൾ യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തെ ആധാരപ്പെടുത്തി സങ്കേത നഗരങ്ങളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ 6 സങ്കേത നഗരങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മോശ മുഖാന്തരം അരുൾ ചെയ്തിട്ട്
യോശുവയിലൂടെ ഇത് വേർതിരിച്ചു കൊടുക്കുന്ന ഓരോ ഗോത്രങ്ങൾക്ക് സ്ഥലങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ 6 സങ്കേത നഗരങ്ങൾ കൂടി അവിടെ അളന്ന് തിരിച്ച് വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 6 സങ്കേത നഗരങ്ങൾ എന്ന് പറയുന്നത് യോശുവ 20-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ പ്രകാരം കാണാം. അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയാൽ അവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിപ്പിൻ. മോശ മുഖാന്തരം കൽപ്പിച്ചതാണ്, എന്നാൽ യോശുവയിലൂടെയാണ് പ്രാവർത്തികമാക്കുന്നത്. യോശുവയും മോശയും കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ അല്പം മുമ്പ് നമ്മൾ ചിന്തിച്ചതുപോലെ ആത്മീയ നിലവാരത്തിൽ അടുത്ത തലമുറയാണ്. മോശ ശുശ്രൂഷ ആരംഭിച്ചെങ്കിലും അതിൽ തുടരുന്നത് അടുത്ത തലമുറ എന്ന നിലയിൽ, ആത്മീയ നിലയിൽ അടുത്ത തലമുറ എന്ന നിലയിൽ യോശുവ തന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുകയാണ്. മോശയ്ക്ക് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ സാധിച്ചില്ല. എന്നാൽ താൻ കേട്ട ആലോചന, തന്റെ മേൽ പകർന്നു കൊടുത്ത ആലോചന ആ പൂർത്തീകരണത്തിന്റെ ആലോചനയാണ്. വഴിയിൽ വെച്ച് അവസാനിക്കുന്ന ഒരു ആലോചനയല്ല താൻ കേട്ടത്, വാഗ്ദത്തമല്ല താൻ പ്രാപിച്ചത്. താൻ പ്രാപിച്ച വാഗ്ദത്തം പൂർണ്ണതയുള്ളതാണ്, എന്നാൽ അടുത്ത തലമുറയിലൂടെയാണ് കർത്താവ് അത് പൂർത്തീകരിച്ചതെന്നേ ഉള്ളൂ. അങ്ങനെ യോശുവ അത് പൂർത്തീകരിക്കുമ്പോൾ സങ്കേത നഗരങ്ങൾ ഇവിടെ വേർതിരിക്കുക. 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങനെ അവർ നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ ഖേദേശ് എന്ന് പറയുന്ന സങ്കേത നഗരം, ഖേദേശ് എന്ന് പറയുന്ന സങ്കേത നഗരം വേർതിരിക്കുക. ഖേദേശ്, അതിൽ തന്നെ ഈ സങ്കേത നഗരങ്ങളുടെ പേരുകളൊന്ന് പറഞ്ഞു പോകാം. എഫ്രൈം മലനാട്ടിൽ ശേഖേം എന്ന സങ്കേത നഗരം, യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന സങ്കേത നഗരം, ശേഷം യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിലെ സമഭൂമിയിലുള്ള ബേസർ എന്ന സങ്കേത നഗരം, ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്ത് എന്ന സങ്കേത നഗരം, ബാശാനിൽ മനേഷ ഗോത്രത്തിൽ ഗോലാൻ എന്ന സങ്കേത നഗരം. ഇങ്ങനെ 6 സങ്കേത നഗരങ്ങൾ മോശയ്ക്ക് കൊടുത്ത അരുളപ്പാട് മുഖാന്തരം അടുത്ത തലമുറ, അടുത്ത ആത്മീയ തലമുറയിലെ യോശുവ അളന്ന് തിരിച്ച് വേർതിരിച്ചു കൊടുക്കുക. 20-ാം അധ്യായം അവസാനിക്കുമ്പോൾ, അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയാൽ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരകന്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്കൊക്കെ അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശികൾക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. അപ്പോൾ ഇസ്രായേൽ മക്കളാണ് യഥാർത്ഥമായി ദൈവമക്കൾ എങ്കിലും ആ കാലഘട്ടത്തിൽ നമ്മൾ ജാതീയ വിഭാഗത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ചിരിക്കുന്ന നമ്മളല്ല യഥാർത്ഥമായിട്ട്. നമ്മൾ ഈ പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുമ്പോഴും നമ്മളോട് കർത്താവിനോട് തോന്നിയ ഒരു ദയ കൊണ്ട് ജാതീയ മണ്ഡലത്തിൽ നിന്ന് അവരോടുകൂടെ നമ്മളെയും എണ്ണപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ പരദേശികൾക്കും കൂടി വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന സങ്കേത നഗരങ്ങളാണ് ഈ പറയുന്ന 6 സങ്കേത നഗരങ്ങൾ. അതിൽ ഓരോന്നായി നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ, ആദ്യം നമ്മൾ കണ്ട ഖേദേശ് എന്ന് പറയുന്ന സങ്കേത നഗരം, അതിന് വിശുദ്ധ സ്ഥാനം എന്നാണ് അർത്ഥം. വിശുദ്ധ സ്ഥാനം. ഈ സങ്കേത നഗരത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യേശു ക്രിസ്തുവിലൂടെ വേണം ഇതിനെ മനസ്സിലാക്കുവാൻ. ഈ പഴയ നിയമത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു പദമാണ് നിഴലും പൊരുളും എന്നുള്ളത്. പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളും എന്നുള്ളത്. അപ്പോൾ ഒരു ചൂണ്ടുപലക എന്ന് പറയാം, പുതിയ നിയമത്തിന്റെ ഒരു ചൂണ്ടുപലക എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു തരത്തിലുള്ള നമ്മുടെ സങ്കേതമായിരിക്കുന്ന, പാപം ചെയ്ത് മരണത്തിന് യോഗ്യരായിരിക്കുന്ന നമ്മൾ ആ പാപത്തിൽ നിന്ന് ഓടിച്ചെന്ന് മറയുവാൻ ഒരു ശാശ്വതമായ സങ്കേത നഗരമായിട്ട്, സങ്കേത കേന്ദ്രമായിട്ട് നമ്മൾക്ക് വേണ്ടി സ്വർഗീയ പിതാവ് നൽകിയിരിക്കുന്ന തന്റെ ഏകജാതനായ പുത്രനെ ആകുന്ന ക്രിസ്തുവിലുള്ള നമ്മുടെ സങ്കേതവും ആശ്രയത്വത്തെയും പാപത്തിന് പരിഹാരമായി മരണത്തിന് ഉള്ള വിധികളെ മാറ്റുവാൻ കഴിയുന്ന, അവിടെ മറയുവാൻ കഴിയുന്ന ഒരു ക്രൂശിന്റെ ഒരു തണലിനെയും കുറിച്ച് അതിനെ ആധാരമാക്കിയാണ് നമ്മൾ ഈ സങ്കേത നഗരങ്ങളെ കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ആശ്രയം വെക്കണം. ഇവിടെ ഈ സങ്കേത നഗരത്തെ കുറിച്ച് പറയുമ്പോൾ ഓടിപ്പോകണം. ഹല്ലേലൂയ. വചനവും നമ്മളോട് പറയുന്നുണ്ട് ഓടുന്നതിനെ കുറിച്ച്. അത് വിട്ട് ഓടുവാൻ പറയുന്നുണ്ട്. പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദ്രവ്യാഗ്രഹമാണ് പ്രത്യേകമായി പറയുമ്പോൾ അത് വിട്ട് ഓടുക, നീ ദൈവത്തിന്റെ പുത്രനായുള്ളവൻ, നീ അത് വിട്ട് ഓടുക. നമ്മൾ ഓടിപ്പോയി നമുക്ക് ആശ്രയിക്കണം, എപ്പോഴെങ്കിലുമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ലോത്തിന്റെ ഭാര്യയൊക്കെ അവരോടൊക്കെ ഓടാനാണ് ദൈവം പറഞ്ഞത്. അത് വിട്ട് അവരുടെ ആ പാപമായിരിക്കുന്ന ആ ദേശം വിട്ട് ഓടുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് അവിടെ ആ ഓട്ടത്തിനിടയിൽ സംഭവിച്ചത് ഒരു ആഫ്റ്റർ എഫക്ട്സ് ആണ്. താൻ നിൽക്കുന്ന സമയത്ത് ഒരു പരിണത ഫലമാണ്
ശിക്ഷാവധിയല്ല ഉപ്പ് തൂണായി മാറിയത്, ഒരു പരിണത ഫലമാണ്. ഓടാൻ പറഞ്ഞപ്പോൾ ഓടാത്തതിനുള്ള പരിണത ഫലമാണ് താൻ അനുഭവിച്ചത്. അപ്പൊ നമ്മളോടും ദൈവം ഈ പാപത്തെ വിട്ട് ഓടുവാൻ, നമ്മളായിരുന്ന സാഹചര്യത്തെ വിട്ട് ഓടുവാൻ, ഒരു സങ്കേത നഗരത്തിലേക്ക് ഓടുവാൻ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഒരിടം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാറിടും, താനായിരിക്കുന്ന ക്രൂശിന്റെ നിഴലും മാത്രമാണ്. അപ്പൊ ആ ക്രൂശിലേക്ക് ഓടുമ്പോൾ കേദേശ് എന്ന വിശുദ്ധ സ്ഥാനം അതിനാധാരമാക്കി വചനമുള്ളത് എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണാം: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്നവൻ. ഈ വിശുദ്ധ സ്ഥാനത്തിലേക്ക് നമുക്ക് ഓടിപ്പോകാൻ കഴിയും. രണ്ടാമത് നമ്മൾ കണ്ടത് എഫ്രൈം മലനാട്ടിലെ ഷെഖേം എന്ന് പറയുന്ന ഒരു സങ്കേത നഗരമാണ്. ഈ സങ്കേത നഗരത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിന് ചുമൽ എന്നാണ് അർത്ഥമുള്ളത്. ചുമൽ, അതായത് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ കഴിയുന്ന. ആദ്യമേ നമ്മൾ കണ്ടത് അശുദ്ധരായിരിക്കുന്ന, പാപികളായിരിക്കുന്ന, പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് പാപം ചെയ്ത് പ്രവർത്തിച്ച് കണ്ട് ചിന്തിച്ച് പാപത്തിൽ മുഴുകി ജീവിച്ചിരിക്കുന്ന നമുക്ക് ഓടിച്ചെല്ലുവാൻ കഴിയുന്ന ഒരു വിശുദ്ധ സ്ഥാനമായിരിക്കുന്ന യഥേഷ് എന്ന സങ്കേത നഗരമായിരിക്കുന്ന പുരോഹിതനായിരിക്കുന്ന, അതിവിശുദ്ധനായിരിക്കുന്ന, പവിത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവാണെങ്കിൽ, രണ്ടാമത് നമുക്ക് വേണ്ടി ചുമൽ കൊടുക്കുന്ന, നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്ന, നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുന്ന, അതിന് കൈത്താങ് നൽകുന്ന ചുമൽ ആകുന്ന ക്രിസ്തുവിനെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് നമുക്ക് സുപരിചിതമായ ഒരു വചനമുണ്ട്. അപ്പോൾ നമുക്ക് ചുമലായിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വെക്കുവാൻ, നമ്മുടെ പ്രയാസങ്ങളെ ഒന്ന് ഇറക്കി വെക്കുവാൻ, അങ്ങനെ ഇറക്കി വെച്ചതുകൊണ്ടാണ് മറ്റു വിഭാഗക്കാർക്കും മറ്റു പലർക്കും ഇല്ലാത്ത, അതിസമ്പന്നന്മാർക്ക് പോലും ഇല്ലാത്ത ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. നമ്മുടെ ഭാരങ്ങളെ കർത്താവ് ഇറക്കി മാറ്റിയത് കൊണ്ട് അങ്ങനെ നമുക്ക് ചുമൽ തരുന്ന ഒരു സങ്കേതമാണ് നമ്മുടെ കർത്താവ്. മൂന്നാമതായി കണ്ടത് ഹെബ്രോൻ എന്ന് പറയുന്ന ഒരു സങ്കേത നഗരമാണ്. ഈ ഹെബ്രോൻ എന്ന സങ്കേത നഗരത്തിന് കൂട്ടായ്മ എന്നാണ് അർത്ഥം. 1 കൊരിന്ത്യർ 1:9 നമുക്ക് പ്രകാരം തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്ന കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൂടെ കൂട്ടുവാൻ പലപ്പോഴും യോഗ്യരല്ലായിരുന്ന നമ്മളെ കർത്താവിന്റെ വിശുദ്ധ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ ചേർക്കുവാൻ ഇടയായി തീർന്നു. ആ സങ്കേതത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നി. അടുത്ത സങ്കേത നഗരം എന്ന് പറയുന്നത് ബേസർ എന്ന സങ്കേത നഗരമാണ്. ഈ ബേസർ എന്ന സങ്കേത നഗരത്തിന് കോട്ട എന്നാണ് അർത്ഥം വരുന്നത്. അതിന്റെ വാക്യം എന്ന് പറയുന്നത് സങ്കീർത്തനം 18:2 എല്ലാ വാക്യങ്ങളും വായിച്ചു പോകുന്നില്ല. 6 മണി ഉദ്ദേശം 6 മണി 7 മണിയാകാൻ പോകുന്നുവല്ലോ, സമയം കടന്നു പോകുന്നു. അപ്പോൾ കോട്ട എന്നാണ് അടുത്ത ബേസർ എന്ന സങ്കേത നഗരത്തിന്റെ അർത്ഥം. കോട്ട എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായി പാർക്കാൻ കഴിയുന്ന, ശത്രുഭീതി ഇല്ലാതെ നമ്മൾക്ക് വസിക്കാൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു പട്ടണം ഉള്ളിൽ നിൽക്കുന്ന സ്ഥലമാണ് കോട്ട. അനേക കോട്ടകൾ നമ്മൾ ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ട് പോയി കണ്ടിട്ടുണ്ട്. ചരിത്രങ്ങൾ ഉറങ്ങുന്ന അനേക കോട്ടകളുടെ മാതൃകകൾ നമ്മൾ പോയി സന്ദർശിച്ചിട്ടുണ്ട്. കോട്ടകളുടെ മതിലുകൾ വിസ്താരമായി, ഉയർന്ന മതിലുകളും വീതിയുള്ള മതിലുകളുമായി, അതിനുള്ളിൽ ഒരു സുരക്ഷിതത്വം എപ്പോഴും നമുക്കുണ്ട്, ഒരു മറവിടം നമുക്ക് എപ്പോഴും ഉണ്ട്. ശത്രുഭീതി പുറത്ത് കേൾക്കുന്നുണ്ടെങ്കിലും ശത്രുവിന്റെ ശബ്ദം വരെ അകത്തേക്ക് കടക്കാം. ശത്രുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന്, അവന്റെ കയ്യിലുള്ള ആയുധത്തിൽ നിന്ന് നമ്മളെ മറച്ചു സൂക്ഷിക്കുന്ന കർത്താവാകുന്ന നമ്മുടെ കോട്ട, സാക്ഷാൽ കോട്ട. അടുത്തത് സങ്കേത നഗരത്തിന്റെ പേര് രാമോത്ത് എന്നാണ്. അത് ഉന്നത സ്ഥാനം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി വരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന അതേ ഉന്നത സ്ഥാനം. ഈ വിശുദ്ധനായിരിക്കുന്ന കർത്താവിലേക്ക് വന്ന് അവന്റെ ചുമലിലേക്ക് നമ്മുടെ ഭാരങ്ങളെ ഇറക്കി കൊടുത്ത് അവന്റെ കൂട്ടായ്മയിൽ ചേർന്ന് അവൻ നമ്മുടെ കോട്ടയാണെന്ന് മനസ്സിലാക്കി അവനിൽ ഉറച്ചു കഴിയുമ്പോൾ ഈ ഉന്നത സ്ഥാനത്തിന്റെ പ്രത്യാശയെ നമ്മളിൽ വർദ്ധിക്കുവാനിടയാകും. എന്റെ കർത്താവ് പോയി സ്ഥലം ഒരുക്കും, ആ ഉന്നത സ്ഥാനത്തിലേക്ക് എന്നെയും ചേർക്കുവാൻ ഇടയായിത്തീരും. 6-ാമത്തെ സങ്കേത നഗരം ഗോലാൻ എന്ന സങ്കേത നഗരം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സന്തോഷമാണ്. ഇങ്ങനെ നമ്മുടെ സന്തോഷം പൂർണ്ണതയിൽ എത്തുവാൻ, പൂർത്തിയാകുവാൻ ഇടയായിത്തീരും. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ഈ വിശുദ്ധ സ്ഥാനത്തിൽ ഹല്ലേലൂയ സ്തോത്രം, അവൻ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച്, ഹല്ലേലൂയ, ഇതിന്റെ അർത്ഥങ്ങൾ ഒന്നായി കോർത്ത് ആമേൻ പറയട്ടെ. ഈ വിശുദ്ധ സ്ഥാനത്തിലേക്ക് ഓടിച്ചെന്ന് നമ്മുടെ ഭാരങ്ങളെ അവന്റെ ചുമലിൽ ഇറക്കി വെച്ച് അവന്റെ കൂട്ടായ്മയിൽ പങ്കാളികളായി ആ കോട്ടയിൽ മറഞ്ഞ് ആ ഉന്നത സ്ഥാനത്തിൽ പ്രിയം വെച്ച് പ്രത്യാശ വെച്ചാൽ നമ്മുടെ സന്തോഷം പൂർണ്ണതയിൽ പൂർത്തിയാകുവാൻ ഇടയായിത്തീരും. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ സങ്കേതമായിരിക്കുന്ന കർത്താവ്, എന്റെ മറവിടമായിരിക്കുന്ന കർത്താവ്,
സാക്ഷാൽ എന്റെ ഭാരങ്ങളെ വഹിക്കുന്ന എന്റെ കർത്താവ്. ആ കൂട്ടായ്മയിലേക്ക് എന്നെയും കൂടെ ചേർത്ത കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് എന്നെ കോട്ടയായി മറച്ചു കാവൽ ചെയ്യുന്ന എന്റെ കർത്താവ്. ഹല്ലേലൂയ, എനിക്ക് വാഗ്ദത്തം തന്നിട്ട് പോയത് ഞാൻ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം തന്നിട്ട് പോയ കർത്താവ്. ഹല്ലേലൂയ, ആ ഉന്നത സ്ഥാനത്തിലേക്ക് എന്നെയും ചേർത്ത് ഇന്നത്തെ എന്റെ കഷ്ടവും കണ്ണുനീരും ദുഃഖവും ദുരിതവും പ്രയാസവും മറ്റും എല്ലാം മാറ്റി എന്റെ സന്തോഷം പൂർണ്ണതയിലെത്തിക്കുവാൻ എനിക്ക് വേണ്ടി മരിച്ച സാക്ഷാൽ എന്റെ യേശു കർത്താവിന് വേണ്ടി എന്റെ ജീവിതം സമർപ്പിക്കുന്നു. ഈ ദിവസത്തിൽ കർത്താവെ, അതേ പ്രത്യാശയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ഹരിപ്രസാദ് പാശ്വാസം. ഓക്കെ, ബിജാൻ ഇല്ല എങ്കില് ആമേൻ. സോബി പാസ്റ്റർ ഉണ്ടല്ലോ അല്ലേ? സോബി പാസ്റ്റർ ഓക്കെ, പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിലായിരിക്കാൻ ദൈവം നീ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല ദൂതുകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സങ്കീർണ നഗരങ്ങളെ കുറിച്ച് ദൈവമേ കേൾക്കുവാൻ ദൈവം നീ ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൽ മാത്രം സങ്കേതം വെച്ച് ദൈവമേ ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്ന ദൈവം ജോയിൻ ചെയ്ത എല്ലാ ഡിവൈസുകളെ അവരില്ലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അവരെല്ലാ ആവശ്യങ്ങളോടും കൂടിയിരിക്കണം. പ്രത്യേക ദൈവമേ ലക്ഷ്മി ഭാഷ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവര് കടന്നു പോകുന്ന വഴി യാത്രയുടെ മധ്യത്തിൽ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ചന്തോചിതമായി തിരുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലം ദൈവനാമമഹത്വത്തിനായി ദൈവരാജ്യപ്പൊക്കച്ചിയായി തിരുവാൻ തക്കവണ്ണം ദൈവം നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് മുമ്പായ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഹല്ലേലൂയ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴികൾ വാതിലുകൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതിയോടൊന്ന് ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കുന്ന ആ സ്തോത്രം, നല്ല പ്രഭാതം ഞങ്ങൾക്ക് തന്നെ ആ സ്തോത്രം. സകലേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച